പിന്നെ നമ്മളെ ഇന്നത്തെ തലമുറയ്ക്ക് എന്ത് മരണം എന്ത് ആഹ്റം. ഏതോ ഒരു ഉസ്താദ് മുഞ്ഞാന്ന് വയല് പറയുമ്പോൾ അന്ത്യനാളിൻ്റെ ലക്ഷണം പറഞ്ഞല്ലോ, അന്ത്യനാളിൻ്റെ ലക്ഷണം അയാൾ അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അന്ത്യനാളിൻ്റെ അവസ്ഥ അയാൾ ചൊന്തു. എങ്ങനെ ഭൂമിയെല്ലാം പൊട്ടു, കടലെല്ലാം ഒഴുകിയിട്ട് ഇങ്ങനെ പോവും, മയ്യത്തായിട്ട് കിടക്കിറങ്ങെല്ലാം മേളിൽ തെറുക്കുവാറ്, ആകാശ പൊടിയായിട്ട് പ്ലേറ്റ് പോലെ കീഴുകൂളു എല്ലാം അയാൾ ചൊന്നിട്ട് അയാൾ അവസാനം ചൊന്നു എല്ലാം താറുമാറായിട്ട് പൊടിയാവൂ. ഇതാണ് ലാസ്റ്റ് ഡേ, ഇതാണ് അന്ത്യനാൾ, ഇതാണ് അവസാന നാൾ. ഇത്തരെല്ലാം ചൊന്നിട്ടായി പിന്നെ ഈ ഉസ്താദ് അവിടെ ദൈക്രങ്ങളോട്ട് കേട്ടുകൂല എൻ്റെ ക്ലാസ് തീന്ത് അന്ത്യനാളുടെ ഭീകരത്തെ ഭയാനകത്തെ എല്ലാം ചൊന്നിട്ടെല്ലാം ആയത്ത് ഹദീത്തെല്ലാം ചൊന്നിട്ടെല്ലാം തിന്ത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കേൾക്കാൻ. ഇത് ചൊന്നപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്ന ചെറുക്കുന്ന അവൻ എണിച്ചിട്ട് കേട്ടവല ഉസ്താദ് അണ്ട് കോളേജ് റജയിക്കുവാൻ. ഈൻ്റെ ഇടയിലും ഓൻ്റെ ബേജാറത് ഇങ്ങനെല്ലാം ആയിട്ട് താറുമാറായിട്ട് പൊടിയായിട്ട് പോകും. ചൊല്ലുമ്പോൾ ഓൻ അതൊന്നും തിങ്കായിട്ടില്ല. ഓൻ്റെ വിഷയമേ കോളേജ് എന്ത് സൺഡേ ഹോളിഡേയാ, അത് ഹോളിഡേയാ, എൻ്റെ റജ കിട്ടുവാൻ. കാരണം അവർക്ക് അത്രേ ചിന്തിച്ചു, അവർ മരണത്തെപ്പറ്റി അത്രേ ചിന്തിച്ചിട്ടുള്ളൂ. ന്യൂ ജനറേഷൻ എന്ത് മരണം കാണുന്നില്ലേ, തിരി കാണുന്നില്ലേ. അബ്ബ മേങ്ങി കൊടുത്തു, മോ കൊണ്ടിട്ട് വെച്ച ടാങ്കർ അടിക്ക് അല്ലേ. എത്ര ആൾമാർ. അള്ളാഹു ഞങ്ങളെ യുവാക്കളെ കാക്കട്ടെ, ഞങ്ങളെ സമുദായത്തെ കാക്കട്ടെ. അങ്ങനെ റോട്ടിൽ കളയാനുള്ളതാണോ വിലപ്പെട്ട ഈ ജീവിതം? ഓർക്കാപ്പുറത്ത് കൊടുത്ത് തീർക്കാനുള്ളതാണോ ഈ നല്ല യൗവനം? അല്ലേ അല്ല. അർത്ഥമുണ്ട് ഈ ജീവിതത്തിന്. ഒരുപാട് പ്രതീക്ഷകളുണ്ട് ഈ ജീവിതത്തിന്. എല്ലാം അറിഞ്ഞിട്ട് ജീവിക്കണേ. ഇനി മരിക്കുന്ന സമയത്ത് നീ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോഴേ ഒരുങ്ങി ജീവിക്കണം, ഇപ്പോഴേ കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കണം. ഇപ്പോൾ കുറേ ആൾമാരല്ല ഇപ്പം 45-50 ആണ്ടെല്ലാം കഴിഞ്ഞ് ഞങ്ങളെ വിചാരം തീർന്നുണ്ടാ ഇനി ഒരു 65 ആട്ടെ. അപ്പം നോക്കാം. ഈ ഹജ്ജിക്കെല്ലാം പോകാൻ കുറേ ടൈം ലേറ്റല്ലേ. ഹജ്ജിനാരും ബേ പോകുന്നില്ലല്ലേ, ഹജ്ജും വ്രത്തുക്കൊന്നും ബേ പോകുന്നില്ല. ബാക്കിയെല്ലാം കൂടെ അമ്പറപ്പായിട്ട് നിൽക്കുക പുറസത്തില്ല. മംഗള എപ്പോ ഓൻ്റെ കടിപിടി ഓൻ്റെ വെടവെടക്കൽ. ഉസ്താദ് നിങ്ങൾ അവർക്ക് അബ്രോട്ട് ചൊല്ലൊരു ഉസ്താദ്, നിങ്ങൾക്ക് ചൊല്ലൊരു ഉസ്താദ്, വയസ്സായി ഉസ്താദ്, 27 ഉസ്താദ്, നിങ്ങൾ ചൊല്ലൊരു ഉസ്താദ്. എന്ത് പെടപെടപ്പു. ആ പെടപെടച്ചോ ഹജ്ജുംറൻ്റെ ഇത് പൈസല്ലാം ഇന്നിട്ട് പോലും, പൈസെല്ലാം ഉണ്ടായിട്ട് പോലും ഹജ്ജുംറക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ഗടിപിടി ഒരു പെടപെടപ്പൊന്നും തോന്നില്ലേ. എന്തേ എല്ലാം അല്ലേ പെണ്ണുമക്ക ബാധട്ട് പാവണ്ടിക്കട്ട്. ഹജ്ജ് വേറെ, പെണ്ണുമക്ക വേറെ, അത് ഇത് ഒരു ടച്ചില്ല. ഇനി അങ്ങനത്തെ മസാല ഒന്നും കൊണ്ടുവരണ്ട അവിടെ. ഉസ്താദെ പെണ്ണ് കിടാവ് ഉണ്ടല്ലേ, ഉസ്താദെ ആണ് കിടാവ് ജണ്ടല്ലേ, എത്ര വേണമെങ്കിൽ കെട്ട്, അത് വലിയ വിഷയമല്ല ഇവിടെ. ഏനാ ഹജ്ജ് ഉംറൻ്റെ വിഷയം ചൊല്ലുമ്പോൾ ഓൻ്റെ വിഷയ ഉസ്താദെ 50 ഉസ്താദ് 58 ഇനി ഉണ്ടല്ലേ, ഒരു 65 ആട്ട്. എപ്പാ മുട്ടിൻ്റെ പല്ല പൊളിഞ്ഞ് പിന്നമാ ഇപ്പമേ ആയല്ലേ, എന്തും ഇല്ലല്ലോ ഇപ്പമേ. ഒന്നും കൺട്രോളില്ല, എല്ലാം തപ്പീറ് പറ്റേ. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനല്ല, ആരും ആഫ്യത്തുള്ളങ്ങില്ല ഇവിടെ, നല്ല കുറവിലാണ്. ആഫ്യത്തുള്ളവർ വളരെ കുറവാണ്. അള്ളാഹു നമുക്ക് മരണം വരെ പൂർണ്ണ ആരോഗ്യം നൽകട്ടെ, പൂർണ്ണ ആഫിയത്ത് നൽകട്ടെ. ഇപ്പം ഇവിടെ ആഫിയത്തുള്ളത് തിരി പോകുന്ന കുഞ്ഞിന് പോലും ഷുഗർ, പ്രഷർ, മൂത്രക്കല്ല് അല്ലേ, ഹാർട്ടിൻ്റെത്, കിഡ്നിയുടേത്, എന്തെല്ലാം രോഗങ്ങൾ, മാരകമായ രോഗം. ഇന്നും കണ്ടു സോഷ്യൽ മീഡിയയിൽ ക്യാൻസർ ബാധിതയായിട്ട് കിടന്നവരും മരിച്ചു. 29 പ്രായമുള്ള 2 കുഞ്ഞുങ്ങളും ഉമ്മ. ക്യാൻസർ ബാധിതനായ 19 കഴിഞ്ഞ ചെറുപ്പക്കാരനും മരിച്ചു. ഇത് രണ്ടും ഇന്നത്തെ സോഷ്യൽ മീഡിയയിലാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകാം. പടച്ചറബ് അത്തരത്തിലുള്ള മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കട്ടെ, ഞങ്ങളെ സമുദായത്തെ കാക്കട്ടെ, ഞങ്ങളെ കുടുംബത്തെ കാക്കട്ടെ. അള്ളാഹു ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്തത് തന്നിട്ട് ഞങ്ങളല്ലാഹു പരീക്ഷിക്കാതിരിക്കട്ടെ. ബഹുമാനികളെ നല്ല പോലെ കേൾക്കണേ. ഈ ചെറിയ നല്ല ആരോഗ്യമുള്ള ഈ ടൈമില്, നല്ല മെമ്മറി പവറുള്ള ഈ ടൈമില്, നല്ല ബോധമുള്ള ഈ ടൈമില്, നല്ല ഓർമ്മശക്തിയുള്ള ഈ ടൈമില്, കൈകാലുകൾക്ക് നല്ല ശക്തിയുള്ള ഈ ടൈമില്
ധാരാളം ഇബാദത്ത് ചെയ്യണം. എല്ലാ നന്മകൾക്കും ഇപ്പോഴേ മുന്നേറണം. എല്ലാം കഴിഞ്ഞ് ബാറ്ററി ലോ ആയതിൻ്റെ ശേഷമല്ല ഇറങ്ങേണ്ടത്. ബാറ്ററി ലോ ആയതിൻ്റെ ശേഷമല്ല ഇറങ്ങേണ്ടത്. അങ്ങനെയല്ല ഒരുങ്ങേണ്ടത്. പിന്നെ സമയം കിട്ടില്ല എന്ന് വരും, പിന്നെ നേരം കിട്ടില്ല എന്ന് വരും. എൻ്റെ മുന്നിലിരിക്കുന്ന ചെറുപ്പക്കാരാ, എൻ്റെ വേല കേൾക്കുന്ന പെങ്ങളെ, നിന്നോടൊരു കാര്യം പറയട്ടെ. വല്ലക്കാരാ, നിന്നോടൊരു സ്വകാര്യം പറയട്ടെ. നിന്റെ ഇബാദത്ത് കണ്ട് റബ്ബ് ചിരിക്കുന്നു. നിന്റെ നിസ്കാരം കണ്ട്, നിന്റെ അമലുകൾ കണ്ട്, നിന്റെ നല്ല സുന്നത്തായ താടി കണ്ട്, മുത്തുനബി തങ്ങളെ സുന്നത്തായ തലയിലുള്ള തൊപ്പി കണ്ട് അല്ലാഹു ചിരിക്കുന്നു. നിന്നെ തമാശയാക്കിയിട്ടല്ല, നിന്നെ ഒരത്ഭുതമല്ലേ, ഒരത്ഭുതമല്ലേ. വയസ്സന്മാരമല് കണ്ടിട്ടല്ല ചിരിക്കില്ല. അല്ല മാർക്കിടലെന്നല്ല, വയസ്സന്മാരാമൽ അള്ളാഹ്ക്ക് വേണ്ടെന്നുമല്ല, വയസ്സന്മാരാമല് അള്ളാഹിൻ്റെ അടുക്ക് സ്വീകരിക്കില്ല എന്നുമല്ല. അതേ സമയത്ത് വയസ്സന്മാരാമല് അതൊരു അത്ഭുതമല്ല, വയസ്സന്മാരാമല് അതൊരു പുതുമ അല്ല. അല്ല, എന്ത് വയസ്സന്മാരാമല് ചെയ്യണമെന്നല്ലേ? കാരണം എന്നെ പൊട്ടായമോ ഗഡീരൊക്കെ ദാട്ടിട്ട് അപ്പുറം പോയിട്ടായില്ലേ, ബൗണ്ടറി ലൈനല്ല കഴിഞ്ഞിറ്. എനപ്പോ അയാൾക്ക് പിന്നെ അമലെടുത്തില്ലെങ്കിൽ എനപ്പോ അമല്. അയാൾ ഇപ്പോഴും പണ്ടത്തെ പോലെമേ ബഡ്ഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴും പണ്ടത്തെ പോലെമേ കമൻ്റ് അടിച്ചോണ്ടുണ്ടെങ്കിൽ, ഇപ്പോഴും പണ്ടത്തെ പോലെമേ കക്ര ബുദ്ധി ഉണ്ടെങ്കിൽ പിന്നെ അയാൾക്ക് വയസ്സായെങ്കിൽ വയസ്സായില്ലെങ്കിൽ ഒരു ടൈമിൽ അങ്ങനെ ഇൻത്ത് അത് പ്രായത്തിന്റെ ഗുണ, അത് സന്ദർഭത്തിന്റെ ഗുണ. ഇനി അതിൽ നിന്ന് തൗബ ചെയ്ത് പശ്ചാത്താപിച്ച് ഇനിയും നല്ല വഴി സ്വീകരിക്കുന്നില്ലെങ്കിൽ അവനെ പോലെ ശപിക്കപ്പെട്ടവരാൾ ലോകത്ത് വേറെയില്ല. അയാളെ പോലെ ശപിക്കപ്പെട്ടവരാൾ ലോകത്ത് വേറെയില്ല. അയാൾ രണ്ട് ലോകത്തും ശാപഗ്രസ്തനാണ്, രണ്ട് ലോകത്തും അല്ലാഹുവിന്റെ കോപത്തിന് പാത്രീഭൂതനാണ്. അതുകൊണ്ട് സഹോദര, നല്ല പോലെ കേൾക്കണേ, നല്ല പോലെ കേൾക്കണേ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഞാൻ ചുരുക്കുകയാണ്, അവസാനിപ്പിക്കുകയാണ്. മരിക്കുന്ന സമയത്ത് മരണമാലാക സുന്ദരനായി, സുമുഖനായി, നല്ല മനോഹരമായ ചേലോടെ ഒരു കൂട്ടുകാരന്റെ സ്വഭാവത്തോടെ നിന്റെ മുന്നിലേക്ക് വരണം. വരണ്ടേ? അസ്റായിൽ അങ്ങനല്ലേ വരണ്ടിയേ? ഖുൽ ഇന്നൽ മൗതല്ലദീ ഖുൽ യതവഫാകും മലക്കുൽ മൗത്ത്. നിങ്ങളെ മലക്കുൽ മൗത്ത് മരിപ്പിക്കുമെന്ന് പറഞ്ഞല്ല. മലക്കുൽ മൗത്ത് എന്ന് പറഞ്ഞാൽ അസ്റായിലാണ്. ഖുർആനിൽ അസ്റായിൽ എന്ന പേരില്ല. മലക്കുൽ മൗത്തിനെ ഖുർആനിൽ അസ്റായിൽ എന്ന് പറഞ്ഞിട്ടില്ല. മറ്റു ആസറുകളിൽ നിന്നിട്ട് പറയപ്പെടുന്നു അസ്റായിലാണെന്ന പേര്. ഏതുമാകട്ടെ, മരണമാലാക, മരിപ്പിക്കുന്ന മലക്ക് നിങ്ങളെ മരിപ്പിക്കാൻ വേണ്ടി പോകുന്ന സമയം സുബ്ഹാനല്ലാഹ്, അവിടെ ഇബ്ലീസ് വരും കേട്ടോ, ശൈത്താന് വരും കേട്ടോ, പല കോലത്തിലും വരും അവൻ. മരണസമയത്ത് ഷഹാദത്തിന്റെ കലിമ ചൊല്ലാതെ മരിക്കാൻ, അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ആശ മുറിഞ്ഞിട്ട് മരിക്കാൻ, അള്ളാഹിനെ പറ്റി തെറ്റിദ്ധരിച്ച് മരിക്കാൻ, പടച്ച റബ്ബിനെ ചീത്ത പറയുന്ന അവസ്ഥയിൽ മരിക്കാൻ ഇടവരുത്താൻ വേണ്ടി ഇബ്ലീസ് വരും. മരിക്കുന്ന സമയത്ത് നമ്മുടെ മുമ്പിലേക്ക് വരും. ഉമ്മാന്റെ കോലത്തിൽ വരും, ബാപ്പാന്റെ കോലത്തിൽ വരും. ഒന്നൊന്നര നമ്മളെ പണ്ടത്തെ ആ ഫ്രണ്ടില്ലേ, എല്ലാത്തിലും ജാവുമ്പോൾ ഒട്ടിക്കുന്ന ചങ്ങായി, അവൻ്റെ കോലത്തിൽ വരും, എല്ലാ കോലത്തിലും വരും. വന്നിട്ടും പറയും, ഞാൻ ആറ് കൊന്തുണ്ടാ, ഞാൻ നിൻ്റെ ഉമ്മ, നീ നാ ചൊല്ലുന്ന പോലെ ആക്ക്, നീ ലായില്ല അതൊന്നും നീ ചൊല്ലണ്ട, നീ ഞാൻ നിൻ്റെ ഉമ്മ നിൽക്കുന്ന എത്ര മുലപ്പാൽ തന്നേരം എൻ്റെ മടിയിൽ ദൈപ്പാട്ടിട്ട് നീ നാത്തൊന്ന് പോലെ കേൾക്കുന്നേ എന്നാ ഉമ്മാൻ്റെ കോലത്തിൽ വന്നിട്ട് പറയും, ബാപ്പാൻ്റെ കോലത്തിൽ വന്നിട്ട് പറയും, ഞങ്ങളെ ഈമാന് പഠിപ്പിക്കാൻ നേരം മൗത്തത് കൂട്ടിയിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ.